ശ്രീ വിജി വേങ്ങൽ. വേങ്ങൽ തറവാട്ടിൽ നിന്നും ഗൾഫിലെത്തിയ പ്രവാസി മലയാളി. വിവിധ അറേബ്യൻ രാജ്യങ്ങളിൽ ചെറുജോലികൾ ചെയ്തെങ്കിലും മനസ്സിൽ മുഴുവൻ കുട്ടനാടായിരുന്നു. പിറന്ന മണ്ണിൽ എന്തെങ്കിലും ചെയ്ത് സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കണമെന്ന തോന്നൽ എപ്പോഴുമുണ്ടായിരുന്നു. അറേബ്യൻ രാജ്യങ്ങളിലെ വലിയ യമു, ഒട്ടകപ്പക്ഷി ഫാമുകൾ കാണുമ്പോൾ സ്വന്തം നാട്ടിലും ചെറുതെങ്കിലും ഒന്ന് സ്ഥാപിക്കണമെന്ന തോന്നൽ പണ്ടേ തുടങ്ങി. 10 വർഷക്കാലത്തിന് ശേഷം ഒടുവിൽ അത് യാഥാർത്ഥ്യമായി. ഓസ്ട്രേലിയയുടെ ദേശീയപക്ഷിയായ യമുവിനെ കേരളത്തിലെത്തിച്ചു. ഒന്നും രണ്ടുമല്ല, 300ഓളം വരും പക്ഷിഭീമന്മാർ. അവർക്കായി നീരേറ്റുപുറത്തും കാവും ഭാഗത്തുമുള്ള സ്വന്തം ഇടങ്ങളിൽ വലിയ ഫാമുകൾ പടുത്തു. പൂമുഖത്ത് വലിപ്പം കൊണ്ട് 1ാം സ്ഥാനക്കാരാണ് ഒട്ടകപ്പക്ഷികൾ. വലിപ്പം കൊണ്ട് 2ാം സ്ഥാനത്ത് വരുന്നത് യമു പക്ഷികൾ. ഇന്നും ശാസ്ത്രലോകത്തിന് അത്ഭുതമാണ് ഒട്ടകപ്പക്ഷികളും യമു പക്ഷികളും. യുഗാന്തരങ്ങളായി മാറ്റമില്ലാതെ തുടരുന്നവരത്രേ. റാട്ടേറ്റ് വിഭാഗത്തിൽപ്പെട്ട പറക്കാൻ കഴിയാത്ത ഈ പക്ഷികൾ ബഹുദൂര ഓട്ടക്കാർ കൂടിയാണ്. എടത്വ തിരുവല്ല റൂട്ടിൽ കേരളത്തെ കാത്തിരിക്കുന്ന ഒരു വലിയ കൗതുകത്തിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡ് വഴി തുറക്കുന്നത്. ഒട്ടകപ്പക്ഷികളെയും യമു പക്ഷികളുടെയും വൻ ശേഖരം അണിനിരത്തി കേരളത്തിൽ മറ്റൊരു ജുറാസിക് പാർക്ക്. ജുറാസിക് പാർക്കിന്റെ വിശേഷങ്ങൾ ഇന്ന് കാണാം. വിധിയൊരു പ്രവാസി മലയാളിയാണ്. ഒരു പ്രവാസി മലയാളി ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള യമു അല്ലെങ്കിൽ ഒട്ടകപ്പക്ഷി അത്തരത്തിലൊരു ഫാമിലേക്ക് നിക്ഷേപം നടത്താനുള്ള കാരണം നല്ലൊരു ബിസിനസ്സായിട്ട് കാണപ്പെടുന്നുണ്ട്. അത് കാരണമാണ്. ഗൾഫ് നാടുകളുടെ സ്ഥിതി എന്താ? ഗൾഫിൽ ഓസ്ട്രേലിയ ഫാമുണ്ട്. കൂടാതെ ഞാൻ യൂറോപ്പിലൊക്കെ പോകാറുണ്ട്. അന്നേരം അജർബൈജാനും റഷ്യയിലൊക്കെ പോകാറുണ്ട്. അവിടെ യമുവിൻ്റെ ഫാമുകളുണ്ട്. നല്ലൊരു നമ്മുടെ ഇപ്പോൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇന്ത്യയിലും വിവിധ മലയാളികളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ഈ ഗൾഫിലെ ഫാമിൻ്റെ ഒരു അവസ്ഥ എന്ന് വിശദീകരിക്കും. ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയ ഫാം റാസ്കീമിലുണ്ട്. ചില 60 അറബി നടത്തുന്നതാണ്. 150 ഓസ്ട്രേലിയ ഉണ്ട്. നല്ല ഞാൻ സംസാരിച്ചിടത്തോളം ഇതിൽ നല്ലൊരു ബിസിനസ്സായിട്ടാണ് അറബി എന്നോട് പറഞ്ഞിരുന്നത്. അതുപോലെ പിന്നെ ഞാൻ അജർബൈജാനിലും ജോർജിയയിലും ഒക്കെ പോകാറുണ്ട്. അവിടെ യമു ഫാമുണ്ട്. അവിടെ നല്ലൊരു ബിസിനസ്സായിട്ടാണ് അവരുടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ ഈ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് എത്ര വർഷം? ഇപ്പോൾ ഒരു 3.5 വർഷത്തോളമായി. 3.5 വർഷക്കാലമുള്ള എങ്ങനെയാണ്? ആദ്യത്തെ വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയതായതെണ്ണം ചില കയ്യിൽ നിന്ന് കാശ് ഇറക്കേണ്ടി വന്നു. അതിന് ശേഷം നല്ല പ്രോഫിറ്റായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഈ 2 സ്ഥലമുണ്ട്, നീരേറ്റുപുറത്തുണ്ട്, അതോടൊപ്പം തന്നെ കാവും ഭാഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെ 2 സ്ഥലം നേരത്തെ ഉണ്ടായിരുന്നതാണോ? അതെ, അല്ല, ആദ്യം കാമ്പാത്താണ് തുടങ്ങി വെച്ചത്. അതിനുശേഷം നീരേറ്റുപുറത്ത്. എവിടുന്നാണ് വിജി യമുവിനെ ആദ്യം കൊണ്ടുവന്നത്? യമുവിനെ ഞാൻ ഹൈദരാബാദിൽ നിന്ന് കൊണ്ടുവന്നത്. അവിടെ എവിടെയാണ് ഇതിൻ്റെ ഒരു കേന്ദ്രം? ഹൈദരാബാദിൽ 1-2 ഫാമുണ്ട്, അറിയാവുന്ന ഫ്രണ്ട്സിൻ്റെ ഫാമുകളുണ്ട്. അവിടെ നിന്നാണ്. എത്ര മാസം പ്രായമുള്ള യമു പക്ഷിയിലാണ്? 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ടുവന്നത്. എത്ര രൂപയായിരുന്നു അന്ന്? 12,000 രൂപയായിരുന്നു ഒരു കുഞ്ഞിന്, ഒരു ജോഡിക്ക്. അതിനെങ്ങനെ ഇവിടെ എത്തിച്ച്? അവർ വാഹനത്തിൽ തന്നെ ഇവിടെ എത്തിക്കുകയായിരുന്നു. ഇവിടെ ആദ്യം വന്നപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയോ അങ്ങനെ വല്ലതും ചെയ്തിരുന്നു? ഞാൻ അവിടെ ഇതിനെക്കുറിച്ച് പലവട്ടം പല ഫാമിൽ പോയി മനസ്സിലാക്കി. ഇവിടെ വന്നപ്പോൾ ആദ്യം എത്രത്തോളം പക്ഷികളുണ്ടായിരുന്നു? ആദ്യം 20 പക്ഷികളാണ് തുടങ്ങിയത്. അത് നിരത്തിയെടുത്തായിരുന്നു കാവുംഭാഗത്ത്? ആദ്യം കാവുംഭാഗത്ത് തന്നെ. എന്തായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ആദ്യത്തെ ഒരു കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയായിട്ട് അതിനെ പൊരുത്തപ്പെടുത്തിക്കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്തു? ശരി, ഇത് ഏത് ക്ലൈമറ്റിലും ജീവിക്കുന്ന ഒരു ബേഡായത് കാരണം മറ്റോ ബുദ്ധിമുട്ടോ ഒന്നും തോന്നിയിട്ടില്ല. പിന്നെ അതിനുശേഷം എണ്ണം വർദ്ധിപ്പിക്കുകയായിരുന്നു. അതും ഹൈദരാബാദിൽ നിന്ന് തന്നെ? അത് ഹൈദരാബാദിൽ നിന്നുള്ള.
മേഘങ്ങൾ കുടപിടിക്കുന്ന പറമ്പിൽ യമു-പക്ഷികൾക്ക് രാപാർക്കാൻ വലിയ ഷെഡുകൾ, വിസ്തൃതമായ തീറ്റഷെഡുകൾ, നീന്തൽക്കുളങ്ങൾ. യമുവിന്റെ വിരാജിത ഭൂമിയാകെ വെറുതെ കിടന്നില്ല. 1/2 ഏക്കറോളം വരുന്ന കുട്ടനാടിന്റെ മണ്ണിൽ 1-ാം തരം ചങ്ങഴിക്കോടൻ നേന്ത്രത്തോട്ടം ഒരുങ്ങി നിന്നു. വാഴത്തോട്ടത്തിനിടയിൽ ഒളിഞ്ഞും തെളിഞ്ഞും യൗവനയുക്തരായി യമുപക്ഷികൾ വാണു. നാട്ടിലെത്തിയാൽ സ്ഥിരമായ വരുമാനം ലഭ്യമാകുന്ന രീതിയിൽ യമുപക്ഷികളുടെ വ്യാപനമാണ് ലക്ഷ്യം. ഒരേ സമയം 1000-ഓളം മുട്ടകൾ അടവിരിക്കുന്ന ഇൻക്യുബേറ്റർ സ്വന്തമാക്കി. യമു ഇറച്ചിക്ക് കേരളമാകെ പ്രശസ്തി എത്തിക്കുവാൻ യമു ഫാർമേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. D&V ഹാച്ചറി ആൻഡ് യമു ഫാം. ദിനംപ്രതി ആയിരക്കണക്കിന് സന്ദർശകരെയാണ് ഈ ഫാം ആകർഷിക്കുന്നത്. ഫാമിന്റെ മാനേജർ ശ്രീ തോമസുമായി നമുക്ക് സംസാരിക്കാം. ശ്രീ തോമസ്, എത്രത്തോളം ആളുകൾ ഈ ഫാം കാണാനായി ദിവസം വരുന്നുണ്ട്? 100 കണക്കിന് ആൾക്കാർ ദിവസവും സന്ദർശിക്കാറുണ്ട്. ഏത് തരത്തിലുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്? എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. കാര്യമുണ്ട്. ഈ ബിസിനസ്സുകാർ, മാനസിക പിരിമുറുക്കമായിട്ട് നടക്കുന്ന ബിസിനസ്സുകാർ, മറ്റുള്ള വിഭാഗക്കാർ എല്ലാവരും വന്ന് സന്ദർശിക്കാറുണ്ട്. ചിലർ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. വളരെ ഇത് കണ്ടു കഴിയുമ്പോൾ വളരെ സന്തോഷം അവർക്ക് തോന്നാറുണ്ട്. പൊതുവെ നിങ്ങൾ ഏത് തരത്തിലുള്ളൊരു സമീപനമാണ് ഈ വരുന്നവരോട് സ്വീകരിക്കുന്നത്? അതായത് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വരുന്നവരും അതോടൊപ്പം തന്നെ ഇത് യമുവിനെ വാങ്ങിക്കൊണ്ട് ഈ ഫാം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരാളുകളെ 2 തരത്തിലാണ് നിങ്ങൾ? അല്ല, എല്ലാവരെയും ഒരേ രീതിയിലാണ് കാണുന്നത്. സന്ദർശിക്കാൻ വരുന്നവരോടും ഈ വാങ്ങാൻ വരുന്നവരോടും ഒരേ സമീപനം തന്നെയാണ് സ്വീകരിക്കാറുള്ളത്. ആളുകൾ എന്തൊക്കെ സംശയങ്ങളാണ് ചോദിക്കുക? ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവിധമായ സംശയങ്ങളും ചോദിക്കാറുണ്ട്. ഞങ്ങളുടെ അറിവിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. വിദ്യാർത്ഥികൾ ഇത് കാണാൻ ധാരാളം സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇത് കാണാൻ വരുന്നുണ്ട്. സ്റ്റഡി ടൂറായിട്ട് പോലും പലയിടത്തുനിന്നും വരാറുണ്ട്. ഇപ്പം ഇങ്ങനെ ധാരാളം ആളുകൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു ചെറിയൊരു വ്യവസായം, അതായത് ഒരു ചെറിയൊരു ടിക്കറ്റോ ഫീസോ ഒക്കെ ഏർപ്പെടുത്തുന്ന പലരും അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എങ്കിലും ഇപ്പം വരെ അങ്ങനെയുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ടില്ല. അതന്നല്ല എൻ്റെ ഉടമ വിജി വേങ്ങൽ അങ്ങനെ ഉടനെ അങ്ങനെയുള്ള സംരംഭമൊന്നും വേണ്ട എന്നുള്ളൊരു അഭിപ്രായവും പറഞ്ഞിട്ടുണ്ട്. ശരി, അത്തരത്തിലുള്ള ഒരു സംവിധാനമാണെങ്കിൽ ഇത് വിജയിക്കും. തീർച്ചയായിട്ടും അത് സാധ്യതയുള്ളൊരു, സാർ പറഞ്ഞത് തീർച്ചയായിട്ടും അത് സാധ്യതയുള്ളൊരു കാര്യം തന്നെയാണ്. കേരളത്തിനകത്തുനിന്നും പുറത്തുള്ള ആളുകളെ ആകർഷിക്കാൻ കഴിയുന്നുണ്ട് ഈ ഫാമിൽ? തീർച്ചയായിട്ടും കേരളത്തിൽ മലയാളികളായിട്ടുള്ള വിദേശത്ത് താമസിക്കുന്ന ധാരാളം പേര് പോലും ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സന്ദർശിക്കുന്നുണ്ട്. അവർ നാട്ടിൽ വരുമ്പോഴൊക്കെ സന്ദർശിക്കാറുണ്ട്. ഇപ്പോൾ നീരേറ്റുപുറത്തും കാവും ഭാഗത്തും ഉള്ള ഫാമുകൾ, അതെ, ഇവിടെ മുട്ട വിരിക്കാനുള്ള സൗകര്യം എവിടെയാണ്? ഇപ്പം നീരേറ്റുപുറത്ത് ഒരു 720 മുട്ട വയ്ക്കാനുള്ള ഇൻക്യുബേറ്റർ സ്ഥാപിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ കൂടുതൽ മുട്ട വയ്ക്കാനുള്ള ഇൻക്യുബേറ്റർ അത് തന്നെയാണ്. ഈ ആളുകൾ, താല്പര്യമുള്ള കർഷകരും അതോടൊപ്പം തന്നെ യമു സ്നേഹികളും വന്ന് യമുവിൻ്റെ കുഞ്ഞുങ്ങളെയാണോ മുട്ടയാണോ ആവശ്യം? മുട്ടയും ആവശ്യപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങളെയും ആവശ്യപ്പെടാറുണ്ട്. എത്ര രൂപയ്ക്കാണ് ഈ കുഞ്ഞുങ്ങളെ വിൽക്കുന്നത്? ജോഡി 3 മാസമായ ജോഡിക്ക് 14,000 രൂപയ്ക്കാണ് വിൽക്കപ്പെടുന്നത്. മുട്ടയാണെങ്കിലും മുട്ടയ്ക്ക് 1,100 രൂപ എന്നുള്ളൊരു വെച്ച്. അപ്പോൾ നിങ്ങൾ ഇൻക്യുബേറ്റർ തുടങ്ങിയിട്ടുണ്ട്. ഇൻക്യുബേറ്ററിൽ മുട്ട വെക്കാൻ താല്പര്യമുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കും? തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കും. എന്താണ് നിങ്ങളുടെ യമു ഫാമേഴ്സ് അസോസിയേഷനിൽ എത്രത്തോളം ആളുകളുണ്ട്? ഒരു 30ഓളം കർഷകർ അസോസിയേഷനിലുണ്ട്. അത് അസോസിയേഷൻ പുതിയ ഇതിനെപ്പറ്റിയുള്ള ഒരു പ്രോസസ്സിംഗ് യൂണിറ്റിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ബ്രോയിലറായിട്ടുള്ള യമുവിനെ വളർത്തി മീറ്റ് സപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ യമു ഫാമേഴ്സ് അസോസിയേഷൻ്റെ ഒരു കേരളത്തിലൊരു ലക്ഷ്യം എന്താണ്? ഈ കൊളസ്ട്രോൾ ഇല്ലാത്ത ഈ മീറ്റ് എല്ലാവർക്കും കൊടുക്കുവാനും, പിന്നെ യമുവിൻ്റെ ഓയിൽ കൂടുതൽ മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒരു സിദ്ധൌഷധം എന്നുള്ള നിലയിൽ അതും കൂടുതൽ ആൾക്കാർക്ക് കൊടുക്കുവാനും, ഇതൊരു പലർക്കും ഒരു ആദായമായ ഒരു ബിസിനസ്സായിട്ട് മാറുമെന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ അസോസിയേഷൻ മുഖാന്തരം ശ്രമിക്കാറുണ്ട്. മാനേജർ എന്ന നിലയിൽ തോമസിൻ്റെ മുഖ്യ പ്രവർത്തനം ഈ കാര്യങ്ങളെപ്പറ്റി, എല്ലാ കാര്യങ്ങളെപ്പറ്റി ഒന്ന് കോർഡിനേഷനും കാര്യങ്ങളൊക്കെയാണ്. ഈ ഫാമിൻ്റെ 2 ഫാമിൻ്റെ കാവുംഭാഗത്തെ നീരറ്റുപുറത്തെയും ഫാമുകളുടെ ഒരു ഭാവി എന്താ? തീർച്ചയായിട്ടും നല്ല ഭാവിയുള്ള ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ എത്രയും യമു കർഷകരുണ്ടോ അത്രയും തന്നെ അതിനുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കർഷകർ കൂടുന്തോറും അതാണ് പ്രയോജനം. ഈ ഫാം 3.5 വർഷക്കാലത്തെ ഒരു അനുഭവത്തിനിടയിൽ ഈ പൊതുവെ ഈ യമു ഉണ്ട്, അതോടൊപ്പം തന്നെ ഒട്ടകപക്ഷിയുണ്ട്. ഇതിലേറ്റവും നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം യമു തന്നെയാണ്. എന്താണ് ഇത് തമ്മിലുള്ളൊരു അടിസ്ഥാന സ്വഭാവത്തിലുള്ളൊരു വ്യത്യാസമുണ്ട്? എന്നുവെച്ചാൽ ഇതിനെ
അല്ല, യമു പക്ഷിയുടെ സ്വഭാവവും ഒട്ടകപക്ഷിയുടെ സ്വഭാവം. ഒട്ടകപ്പക്ഷി ഒരു ഉപദ്രവകാരിയാണ്, കൂടുതൽ ശ്രദ്ധിക്കണം. യമപക്ഷിയും അത്രയ്ക്കില്ല. ആക്രമിക്കും ഒട്ടകപക്ഷി. ഒട്ടകപ്പക്ഷി ആക്രമിക്കും, തൊഴിക്കുകയൊക്കെ ചെയ്യും. വിജിക്ക് കൊത്തുകൊണ്ടിരുന്നു. കൊത്തിയിട്ടുണ്ട്. നല്ല ഒട്ടകപക്ഷി കൊത്തി അല്ലല്ല. അല്ല. എത്രത്തോളം വിലയുണ്ടാവും ഒട്ടകപക്ഷിക്ക്? ഒട്ടകപക്ഷി എവിടെ നിന്നുണ്ട്? ഒട്ടകപ്പക്ഷി ബാംഗ്ലൂരിൽ നിന്നുള്ളതാണ്. ബാംഗ്ലൂരിൽ. അതിന് എത്ര